ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാംഗോൻ്റെ പൾപ്പാണ്. അതിനായിട്ട് ഞാനൊരു 8 മാങ്ങ ഒരു 3 ദിവസം മുമ്പാണ് അരിഞ്ഞ് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ്. ഇപ്പോഴാണ് അതിന് ടൈം വന്നത്. ഇന്നാണ് സത്യം പറഞ്ഞാൽ ഓർത്തത്. കാരണം ഓൾറെഡി മാങ്ങ കുറേ വേറെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതങ്ങോട്ട് ശ്രദ്ധിക്കില്ല. പക്ഷേ ഇന്ന് മാംഗോ പൾപ്പ് ഉണ്ടാക്കാൻ കാരണം വേറൊന്നുമല്ല. എൻ്റെ മോൻ ഒരു 3-4 ദിവസമായിട്ട് പച്ചവെള്ളം കുടിച്ചിട്ടില്ല ഗൈസ്. പച്ചവെള്ളം എന്ന് പറഞ്ഞാൽ അവന് ഈ പ്ലെയിൻ വാട്ടർ ഒട്ടും ഇഷ്ടമല്ല. അവനിങ്ങനെ കളേർഡായിട്ടുള്ള വാട്ടേഴ്സാണ് ഇഷ്ടം. അപ്പോൾ ഇതെപ്പോഴും പുറത്തുനിന്ന് മേടിച്ച് കൊടുത്തിട്ട് കുട്ടിക്ക് എപ്പോഴും അസുഖം വരില്ല. ഏത് നേരം ചുമയും പനിയൊക്കെ. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇന്നെന്തായാലും മാംഗോൻ്റെ പൾപ്പ് ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ച് ഞാൻ ഇന്ന് ആ ഒരു പണിക്ക് അങ്ങോട്ട് ഇറങ്ങി. പിന്നെ ഞാൻ ആദ്യം തന്നെ ഈ 8 മാങ്ങ അരിഞ്ഞിട്ട് പൾപ്പാക്കി ഒരു തരി വെള്ളം പോലും ആഡ് ചെയ്യാതെ വേണം പൾപ്പാക്കാൻ. പൾപ്പാക്കിയിട്ട് നല്ലൊരു പാൻ എടുക്കുക ഫസ്റ്റ്. ഞാനിപ്പോൾ എടുത്തതിൽ ചെറുതായിട്ടൊരു അബദ്ധം പറ്റി. ഞാനെടുത്തത് ഫ്രൈയിങ് പാനാണ്. നിങ്ങൾ എടുക്കുമ്പോൾ നന്നായിട്ട് കുഴിയുള്ളൊരു പാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതിങ്ങനെ ബബിൾസ് വന്ന് നമ്മുടെ ബബിൾസ് വരും. അപ്പോൾ അത് നന്നായിട്ടിങ്ങനെ പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അത് നമ്മുടെ മേത്തൊക്കെ വീണ് അപകടം വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് കുഴിയുള്ളൊരു പാത്രം എടുക്കുക. പിന്നെ നമ്മൾ സ്റ്റിർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന തവിയില്ലേ, അത് ഒന്നെങ്കിൽ വുഡൻ്റെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്മൾ ഉപയോഗിക്കുന്ന പാത്രത്തിൻ്റെ കൂടെ ഒരെണ്ണം കിട്ടുമല്ലോ, അത് യൂസ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഞാൻ ആഡ് ചെയ്തത് ഒരു 1/2 കപ്പ് ഷുഗറാണ്, പഞ്ചസാരയാണ്. അത് ഹെൽത്തിയർ ഓപ്ഷനായിട്ടുള്ളവർക്ക് ഇത് ആഡ് ചെയ്യേണ്ട. ഇതിപ്പോൾ മോന് കൊടുക്കാനുള്ളത് കൊണ്ട് ഞാനങ്ങനെ ഷുഗർ കൊടുക്കാറില്ല. പക്ഷേ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ നമ്മൾ ഷുഗർ കൊടുത്തേ പറ്റൂ ഗൈസ്. അപ്പോൾ ഷുഗർ ഇട്ട് നന്നായിട്ട് ഇളക്കണം. എന്നിട്ട് അതിൻ്റെ വെള്ളം നന്നായിട്ട് വലിയണം. അതായത് പൾപ്പ് മാത്രമാകണം. നമ്മളിങ്ങനെ തിളപ്പിക്കുന്ന ടൈമിൽ വെള്ളം വരുമല്ലോ, അത് ഒട്ടും പാടില്ല. നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. അത് ഫ്ലെയിം എന്ന് പറയുമ്പോൾ കൂട്ടിയും കുറച്ചും അങ്ങനെ വെച്ചിട്ട് നിങ്ങൾ മതി കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലെടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഇങ്ങനെ കഴിക്കാൻ തോന്നും. ഒരു പായസത്തിൻ്റെയൊക്കെ ഒരു കേട്ടോ, പായസത്തിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഒരു ലെമൺ എടുത്തു. ഒരു ലെമൺ എന്ന് പറഞ്ഞാൽ ഒരു 1/4 ലെമൺ എടുത്തു. ഒരു ലെമണല്ല, ഒരു 1/4 ലെമൺ എടുത്ത് സ്ക്വീസ് ചെയ്ത് ഒഴിച്ചു. എന്നിട്ട് പിന്നെ സ്റ്റിർ ചെയ്തു നന്നായിട്ട്. അതൊന്ന് കൂട്ടി യോജിപ്പിച്ച്. പിന്നെ ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെള്ളം പോലെ പോരരുത്, കുറച്ച് കട്ടിയായിട്ടിരിക്കണം. അങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഗൈസ്. മൊത്തം വെള്ളിയാണെന്ന് ക്ഷമിക്കണം. പിന്നെ ഇത് മൊത്തം സ്റ്റിറിങ് തന്നെയാണ്. ഇങ്ങനെ സ്റ്റിർ ചെയ്തേ ഇരിക്കണം. സ്റ്റിർ ചെയ്താലേ ഇത് നന്നായിട്ട്. പിന്നെ ഞാൻ പാത്രത്തിലോട്ട് പകർത്തി കുറച്ച് ഐസൊക്കെ ഇട്ട് ചൂടാറാനുള്ള ക്ഷമ എനിക്കുണ്ടായില്ല കേട്ടോ ഗൈസ്. ഞാൻ വേഗം തന്നെ ഒരു 2-3 ഐസ് ക്യൂബ്സ് എടുത്ത് ഗ്ലാസ്സിലിട്ട് കുറച്ച് കോൾഡ് വാട്ടറും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് അത് ഇളക്കി മിക്സ് ചെയ്തിട്ട് അങ്ങ് കുടിച്ചു. ശരിക്കും നമ്മൾ പുറത്തുനിന്ന് മേടിക്കണ മാസ സ്ലൈസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പോലെ ഉണ്ട്. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണ്. മാംഗോ സീസണല്ലേ, കുറേ മാംഗോസ് കിട്ടും. എല്ലാം കേടായി പോകാതെ നമുക്കിത് പ്രിസർവ് ചെയ്യാനുള്ളൊരു വഴിയും കൂടിയാണല്ലോ. അപ്പോൾ ഇത് മസ്റ്റ് ട്രൈ ആണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ബൈ ഗൈസ്. പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടപ്പെട്ടാൽ. അപ്പോൾ ഓക്കെ, ബൈ ഫ്രണ്ട്സ്.